പീരുമേട് താലൂക്ക് വികസന സമിതി ഇനി ജനുവരി മാസത്തിലേ കൂടുകയുള്ളൂ. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും അതോടൊപ്പം തന്നെ മണ്ഡലകാലവും എത്തിയതാണ് കാരണം. അടിയന്തര ജോലികൾ മുഴുവനും ചെയ്തു തീർക്കാൻ വകുപ്പ് തല ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം. റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം നടത്താനിരിക്കെ മണ്ഡലകാലവും എത്താറായി. ഇതുകൊണ്ട് തന്നെ അടുത്ത 2 മാസത്തിന് ശേഷം മാത്രമേ പീരുമേട് താലൂക്ക് വികസന സമിതി കൂടാൻ സാധ്യതയുള്ളൂ. ഇത് കണക്കിലെടുത്തുകൊണ്ട് കഴിഞ്ഞ താലൂക്ക് വികസന സമിതിയിൽ എടുത്തിട്ടുള്ള തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ ഉദ്യോഗസ്ഥർക്ക് കർശന നിർദ്ദേശം നൽകി. പ്രധാനമായും ദേശീയപാതയോരത്തെ കാടുകൾ മുഴുവനും വെട്ടിനിർക്കാനും 35 മൈൽ മുതൽ കുമിളി വരെയുള്ള ഭാഗത്തെ റോഡ് സൈഡിലെ അനധികൃതമായി പാർക്കിംഗ് ചെയ്തിരിക്കുന്ന മുഴുവൻ വാഹനങ്ങളും എടുത്തുമാറ്റുകയും ചെയ്യും. വണ്ടിപ്പെരിയാർ ടൗണിലെ പുതിയ പാലത്തിലെ വെള്ളക്കെട്ട് നീക്കം ചെയ്യാനും ദേശീയപാത അധികൃതർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതോടൊപ്പം ടൗണിലെ ഗതാഗത കുരുക്ക് തടയുന്നതിനാവശ്യമായ അനധികൃത പാർക്കിംഗ് പൂർണ്ണമായും ഒഴിവാക്കും. വണ്ടിപ്പെരിയാർ സെൻട്രൽ ജംഗ്ഷനിൽ കയറുകെട്ടി തിരിച്ചിരിക്കുന്ന കടകൾക്ക് മുൻവശത്തെ സംവിധാനം ഗ്രാമപഞ്ചായത്ത് അധികൃതർ തന്നെ എടുത്തു മാറ്റുകയും വള്ളക്കടവിലേക്ക് പോകുന്ന റോഡ് സൈഡിൽ തടികൾ ലോറിയിൽ കയറ്റുന്നതിനുള്ള അനുമതിയൊന്നും നൽകിയിട്ടില്ല. ഇതുകൊണ്ട് തന്നെ ഇതും ഒഴിവാക്കാനുള്ള നടപടിയും ഉണ്ടാകും. വള്ളക്കടവ് ഭാഗത്ത് ജംഗ്ഷനിൽ തന്നെ ഉപയോഗശൂന്യമായ വാഹനങ്ങൾ കിടക്കുന്നത് മൂലം അപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. ഇതും എടുത്തു മാറ്റാനുള്ള നടപടിയും ഉണ്ടാകും. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമായത് വണ്ടിപ്പെരിയാർ കൃഷിഭവനോട് ചേർന്നുള്ള ബ്ലോക്കിന്റെ കെട്ടിടം കൃഷിഭവൻ വാടകയ്ക്ക് കൊടുത്തത് നിയമവിരുദ്ധമായാണെന്നും ഇത് തിരിച്ചെടുത്ത് സപ്ലൈകോയുടെ സുഭിക്ഷം ഹോട്ടൽ നടത്താനുള്ള സ്ഥലമായി മാറ്റുകയും ചെയ്യും. അടുത്ത ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PM നൌഷാദിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിലാണ് തീരുമാനമായത്. പീരുമേട് തഹസിൽദാർ സന്തോഷ്, ഗ്രാമപഞ്ചായത്ത് പ്രതിനിധികൾ, വിവിധ വകുപ്പ് തല ഉദ്യോഗസ്ഥർ, രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ എന്നിവർ താലൂക്ക് വികസന സമിതിയിൽ പങ്കെടുക്കുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, പീരുമേട്.